പട്ടാമ്പിയുടെ എനർജി ഒന്ന് കാണിക്കാമോ പ്ലീസ്? താങ്ക് യു സോ മച്ച്. ഞാൻ ആദ്യമായിട്ടാണ് പട്ടാമ്പിയിൽ വരുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. അതിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു ജനസാഗരത്തിന് മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം അത് വേറെ തന്നെയാണ്. കാരണം ഒരു നീണ്ട ഒരു ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ വേദിയിലേക്ക് വരുന്നത്. എല്ലാവർക്കും അറിയാം, ഒരു ആക്സിഡൻറ്റിലൊക്കെ പെട്ടിരുന്നു. ആ ആക്സിഡൻറ്റിന് ഇപ്പോൾ ഒരു 9 മാസത്തോളം കഴിഞ്ഞു. ആ ആക്സിഡൻറ്റിന് ശേഷം ഇപ്പോൾ എൻ്റെ കൂടെ അന്ന് യാത്ര ചെയ്തിരുന്ന ബിനിച്ചേട്ടൻ, നമ്മുടെ സ്വന്തം കൊല്ലം സൂചിച്ചേട്ടൻ ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി സമയം വളരെ പരിമിതമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ മിമിക്രി കാര്യങ്ങളിലേക്ക് ഞാൻ കിടക്കുകയാണ് കേട്ടോ. സ്പോട്ട് ഡബിങ് എന്താണ്? വിഷ്വൽ വരും, അവർക്ക് ശബ്ദമില്ല, അവരുടെ ശബ്ദം ലൈവായിട്ട് നിന്നുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കാൻ പോവാണ്. ഹായ് മച്ചാന്മാരെ, എല്ലാവർക്കും ഇൻഫോടെക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഫുൾ ഷവർമ അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ന്യൂവാൻസസ് എനിക്ക് BKP നിന്നും കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാണ് സട്ടിലായിട്ട് പെർഫോം ചെയ്യുക? നമ്മുടെ അച്ഛനെ എവിടെയൊക്കെ പ്രസൻറ്റ് ചെയ്യാൻ കിട്ടുന്നു അവിടെയൊന്നും അച്ഛനെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. അവൻ്റെ കൂടെ ഓടട്ടെ, പക്ഷേ അതിനേക്കാൾ നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ ഈ പോയ കുട്ടികളൊന്നും യൂറോപ്പിൽ അമേരിക്കയിലേക്ക് പോകുന്നവർ നാട്ടിലേക്ക് പടടക്കാൻ പോവില്ല. അവനവിടെ ചെന്നൊരു കാറ് മേടിച്ച് വലിയ ടീമിൽ കളിക്കുമ്പോൾ ഉറപ്പായിട്ടും കപ്പടിക്കും, എല്ലാവരും ഒരു ഭാഗമായിട്ട് മാറും. പക്ഷേ ആറിനെ കൊണ്ട് ഒരു കളി ജയിപ്പിക്കും. ഒരു സിനിമയിൽ ഞാൻ എൻ്റെ അന്നമാണ് ഞാൻ പറഞ്ഞു ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അടുത്ത സുഹൃത്തായതുകൊണ്ട് ഇദ്ദേഹത്തിന് എന്നെ അംഗീകരിക്കാൻ ഭയങ്കര പാടാണ്. ഈ സിനിമയുടെ സംവിധാനം ജീത്തു ജോസഫാണ്. ഈ പടം എടുക്കാൻ തീരുമാനിച്ചത് അവർ 3 പേരുമാണ്. അപ്പോൾ എൻ്റെ കാര്യകാരണങ്ങളൊക്കെ അവർ വേണം പറയും. തിയേറ്ററിലിരിക്കുമ്പോൾ എൻഗേജ് ചെയ്തു. തിയേറ്ററിലിരിക്കുമ്പോൾ കിട്ടാതെ അത് വീട്ടിൽ പോയിട്ട് അന്വേഷിച്ച് കണ്ടെത്തുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. അല്ല, അടുപ്പിന് വളമായിരിക്കണം, കുന്തത്തിന് വളമായിരിക്കണം, നമുക്കറിയില്ലല്ലോ. ഇതാരൊക്കെ ഉണ്ടാക്കി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണല്ലേ. അങ്ങനെയാണെങ്കിൽ അവൻ പറഞ്ഞാൽ എല്ലാവരും അസൂയം പറ്റും. അങ്ങനെ നീ ചെയ്യോ? ഇല്ലേട്ടാ, അങ്ങനെ ചെയ്യില്ല. അപ്പോഴാ മോളൊന്ന് ഏതാണവൻ? അപ്പം അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കാം. നിങ്ങൾ ഈ കണ്ണുകളെ മഞ്ഞളോടെ ഇങ്ങനെ പൊത്തിക്കഴിഞ്ഞാൽ പശു ഒന്നിരിക്കോ? ഇതെന്താ ഒരു കുഞ്ഞിട്ടങ്ങളുള്ളൂ, വലുതായിട്ടില്ല. സ്വന്തം കെട്ടിയോന്ന് ഇട്ടട്ടെ. ഈ ഊളാടെ അവളെ പൊതിക്കുമ്പോൾ ഓർക്കണായിരുന്നു. നിന്റെ അനിയത്തില്ലേ, അവളെ ബസ് സ്റ്റോപ്പിൽ വെച്ച് തോന്നിയാസം പറഞ്ഞാൽ ഇടിച്ച് ഇനി ഇടിക്കും, കാണുമ്പോൾ ഒക്കെ ഇടിക്കും, ചതക്കും ഞാൻ. സാറേ, ഈ പന്നം ചുമ്മാ നുണ പറഞ്ഞാട്ടോ. ഞങ്ങളുടെ മെക്കെട്ട് കയറി വരെ ചൊറിഞ്ഞിട്ടാണ് ഇതിന് ഇത്ര അലമ്പായത്. നാക്കിറങ്ങിപ്പോയോ? ധൈര്യം നീ ചെയ്ത് കാണിച്ചാടാ, എന്നിട്ട് മതി വാക്ക് വർത്താൻ. നിരുവേ, നീ എൻ്റെ തന്തയെന്നല്ലല്ലോ. മുകേഷ് കാണിച്ചു വലിക്കാൻ പറ്റില്ല, വെള്ളം കുച്ചാൻ പറ്റില്ല, ഷഡ്ഡി ഇടാവോ? ഇനി അത് ഇനിയിപ്പോൾ പാനോ? ഇച്ചിരി ഓവറായതുകൊണ്ടാണ് ഞാനെനിക്ക് പറഞ്ഞത്. എനിക്കൊരു പണി ഞാൻ തന്നെയാണ്. ഇനി അത് തെറ്റിച്ച നിന്നെ പുതപ്പിക്കും ഞാൻ. നിന്റെ കൂടെ ആരും കൊടുക്കും? നീ കൊടുക്കോടാ? ഞാൻ കൊടുക്കൂല. എടാ, ഇവൻ്റെ കൂടെ കിടക്കാൻ പറ്റില്ല. ഫുൾ ടൈം സൊള്ളലാണ് സൊള്ളല്. ആ പെണ്ണിൻ്റെ അടുത്ത് കാശ് വാങ്ങിച്ചിട്ട് അത് കാശ് വാങ്ങിക്കാൻ ശേഷം വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റേഷനിൽ പോയിട്ട് ഒരു FIR ഇട്ടിട്ടാണ് കാശ് കൈമാറി. ആരൊറ്റ ഗോൾ എന്താണെന്ന് എനിക്കറിയാം. അയ്യറ്റൂർ ഉറുക്കിയുടെ മതിലടി ആ പെണ്ണിൻ്റെ അവിടുത്തെ അല്ലേ. ഇത് നിന്റെ മുഖം നോക്കിയ ഒരുമാതിരി വിശ്വാസം വരാത്ത പോലെ. ഇത് നീ വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ ഇനി പറയാൻ പോകുന്നത് നീ വിശ്വസിക്കത്തേ ഇല്ല. വേറെ വഴിയില്ലടാ. ரொம்ப ദൂരം ഓടിയിട്ട് ഫിനിഷെല്ലാം കിട്ടാൻ വந்தாச்சு. നമ്മൾ ഈ സംശയിക്കുന്ന CP ബിനീഷ് സംഭവം നടന്നുകൊണ്ട് തന്നെ എൻ്റെ വിവരങ്ങളെല്ലാം പ്രമോദിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അയാൾ 5-6 കൊല്ലം പ്രമോദിൻ്റെ ഡ്രൈവറായിരുന്നു. എടുത്തിട്ട് നല്ലോണം മോനെ, അടക്കം കഴിഞ്ഞിട്ട് ഞാൻ പോകത്തുള്ളൂ. താനെന്ത് പണിയാണോ കാണിച്ചത്? ഇവന്റെ അപ്പീലിൽ സ്റ്റേ ഉണ്ട്, കട പൊളിക്കേണ്ടെന്ന്. ஏய், இந்த பதவியும் பவரும் வாங்குறதுக்கு நம்ம எவ்வளோ கஷ்டப்பட்டு யாருக்கும் இல்லையா? இதுக்கு பேசுனேன். நான் ஏன் சொல்றது, நான் கேட்டு பசங்க கொல்ல ஒரு பிடிச்ச பிள்ளைகளை கல்லால் அடிச்சு கொண்டானுங்க. ഇത് കരുക്കള്, ഇത് 2 പകിട എറിയുമ്പോ വീഴുന്നെണ്ണ നോക്കി കരു നിൽക്കണം. നിനക്ക് 2 തവണ വിധി പണയം വെച്ച് കളിക്കാൻ പറ്റില്ല. പിന്നെ അവരെങ്ങനെയാണ് പെരുമാറേണ്ടത്? അപമാനം ഭയന്നല്ല ഉള്ളിലൊതുക്കി വിധി എന്ന് കരുതി സ്വയം ആശ്വസിച്ച് നിശബ്ദനായിരിക്കണമെന്നാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? If you was me dying on the sidewalk, walk right over me. वो ताकि बोलो रे खतरनाक सबदार शॉट ट्रेसस बुल की तरह मसा गया. And we had 1 midwicket camera in those days, so we had to be on for the over. And as soon as the ball was bowling, he was stamping. And then he found that the throw was going to the non-strikers. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദിസ് ഫിലിം ഈസ് വെരി സ്പെഷ്യൽ ഫോർ മീ ബിക്കോസ് എന്നെ ബാൻ ചെയ്യുന്ന സമയത്ത് ഐ വാസ് ഡൂയിങ് മഞ്ഞമ്മൽ ബോയ്സ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഒരു രോമം വരെ എണീറ്റിരിക്കുന്ന സ്റ്റാർട്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇനി നിങ്ങൾക്ക് ഫീൽ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്തില്ല, അത്രേ ഉള്ളൂ.
Hello, ele gule. Ela anda varage, ela lele lifte. Ela vaga. Ira wawa. La basha wawa. La basha. அதுக்கப்புறம் இன்னொன்று எதிரி என்ன செய்கிறான் என்பதையே கவனித்துக் கொண்டிருந்தால் நம்ம தடிக்க விழுந்துடுவோம். உனக்கு என்ன ஒரு நினைப்பு இருக்கணும்ல? ஏன் வீடு படி ஏறி என்னே வந்து மேல பேசுறேன்? நான் எங்கே போனாலும் என்கிட்ட கேட்கப்படுற பொதுவான கேள்வி, என் சக்சஸ்க்கு என்ன காரணம்? இட்ஸ் ஆக்சுவலி வெரி சிம்பிள். வாழ்க்கையில் ஒரே ஒரு அடி எடுத்துக்கங்க. 3 பேருமே ஒருத்தனை எதிரியா முடிவு பண்ணாலும் நினைச்சேன். ஆனா 3 பேரையும் சேர்த்த பச்சை மாதிரி ஒருத்தன் கச்சிருக்கான். ஸோ லைஃப்பில் வந்து என்ன பண்ணுறது, அது எப்படி பண்ணுறது, எங்களுக்கு தான் முதல் குழப்பம். அது என்னடா சொன்னாவ? என்ன பிடிச்சவனெல்லாம் கொல்ல போறானா? டேய், என்ன பிடிச்சவனெல்லாம் கோடி பேருக்காண்டா வெளியில. உடம்பு மாறிக்கலாம், ஆனா மண்டல உணவோட அபாவதா இருக்குது. இந்த நல்லா ட்ரெஸ் பண்ணி இருக்கிறது, அழகாக முடி வெட்டி இருக்கிறது, இதில் பெரிய வந்து குவாலிஃபிகேஷனே கிடையாது, பெரிய மாற்றே கிடையாது. ரோலக்ஸ் அவ பேரு டில்லி. சிங்கம் வேட்டையாடும் ஒரு காடி செழுப்பா இருக்குமா? ரோலக்ஸ் ஆல்ரைட் இஸ் ஆல்ரைட். சாவியோட worthy நீ மேரே ஆவியார் வருவது போ. அவன கேட்டி விட்டு போறா இ முடி வலியறாது ப்ரா. சீத்ர பார்வதத்தலா. வாவ்! என்று உலை மஞ்சரி போன்ற யார் புடை. ಈ ಮಂದಿ ಗರ್ಭದ ಬಲಕ್ಕೆ ನಿನ್ನலை தரபல் பொழுது பொடு. ಈ மண்ணுக கொருது நர்மலாய் பாவே. வாவ்! வாவ்! എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ലൊരു കൈ തരാം. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷമുണ്ട്. ഒറ്റ സ്ട്രെച്ചിലാണ് ഈ 50 സ്റ്റാർസിനെ ചെയ്തത്. ഇല്ല എന്തെങ്കിലും മിസ്റ്റേണ്ടെങ്കിൽ ക്ഷമിക്കുക, അങ്ങ് വിട്ട് കളയുക. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്.